അങ്ങനെ നീണ്ട 3 മാസത്തെ ചെന്നൈ വാസത്തിന് ശേഷം നമ്മൾ ഇന്ന് വൈകിട്ട് നാട്ടിലേക്കുള്ള ബസ് പിടിക്കും കേട്ടോ. പോകുന്ന വഴി ദേ നല്ല അടിപൊളി ട്രാഫിക്കായിരുന്നു. പിന്നെ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി. 9 മണിക്കാണ് നമ്മുടെ ബസ്. നമ്മളൊരു 8:15 കഴിഞ്ഞപ്പം ഇവിടെ എത്തി ട്ടോ. ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേണം ബസ്സിൽ കയറാൻ. അതൊക്കെ കണ്ടാണ് കുറച്ച് നേരത്തെ എത്തിയത്. ഇത് കീഴാമ്പക്കം ബസ് ടെർമിനൽ. ഇവിടെ നിന്നാണ് നമുക്ക് ബസ്സുള്ളത്. കലൈഞ്ചർ സെന്റിനറി ബസ് ടെർമിനൽ എന്നാണ് പേര്. ചെന്നൈയിലെ തന്നെ ഏറ്റവും വലിയ ബസ് ടെർമിനലാണ്. നമ്മുടെ കോയമ്പേട് ബസ് ടെർമിനലിൻ്റെ തിരക്ക് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ബസ് ടെർമിനൽ പണിതത്. ഇതുണ്ടല്ലോ ശരിക്കും ഭയങ്കര വലുതാണ്. ഒരു 88 ഏക്കർ വിസ്തൃതിയിലാണ് ഈ ഒരു ബസ് ടെർമിനൽ നിൽക്കുന്നത്. ഇവിടെ വന്നിറങ്ങിയപ്പോൾ ഞാൻ ശരിക്കും വണ്ടടിച്ചു പോയി. നമ്മളൊരു എയർപോർട്ടിലൊക്കെ വന്നിറങ്ങുന്ന പ്രതീതിയാണ്. അതുപോലെയാണ് ആ ടെർമിനൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല ഭയങ്കര വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഭയങ്കര ക്ലീനാണ് എല്ലാ സ്ഥലവും. ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ പേപ്പറോ അല്ലെങ്കിൽ മുറുക്കി തുപ്പിയിരിക്കുന്നോ അങ്ങനെയൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഭയങ്കര വെൽ മെയിൻറ്റെയിൻഡ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ബസ് ടെർമിനൽ. ഇതാണ് അതിൻ്റെ ഉൾവശം. ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒത്തിരി ഷോപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. ടെക്സ്റ്റൈൽസ് ആയിട്ടും ഹോട്ടൽസ് ആയിട്ടും പിന്നെ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ടതും ഫ്രൂട്ട് സ്റ്റോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോം ഏതാണെന്ന് കണ്ടുപിടിക്കണം ബസ് വരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് പോവുകയാണ്. പിന്നെ ഇതുപോലെ ബിഗ് സ്ക്രീൻസ് പല സ്ഥലത്തും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോമൊക്കെ കണ്ടുപിടിച്ചു. അത്യാവശ്യമൊന്നല്ല നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ചെന്നപ്പം എല്ലാ സീറ്റിലും ആൾക്കാരായിരുന്നു. നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമൊന്നും കിട്ടിയില്ല. കുറച്ച് നേരം ലഗേജൊക്കെ കൊണ്ട് നിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇരിക്കാനുള്ള സ്ഥലം കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. നോൺ വെജും ഉണ്ട്, വെജും ഉണ്ട്. നോൺ വെജ് എന്ന് പറയുമ്പോൾ നമ്മുടെ അവരുടെ തമിഴ് ട്രഡീഷണൽ ആയിട്ടുള്ള ടൊമാറ്റോ റൈസ്, തൈര് സാദം, ടാമറിൻ റൈസ്, സാമ്പാർ റൈസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവിടെയുണ്ട്. ഇഡ്ഡലി, ദോശ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നോൺ വെജ് ഐറ്റങ്ങളെല്ലാം. അപ്പം നമ്മൾ 2 ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞാപ്പയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗീ റോസ്റ്റ്. അപ്പോൾ ഫ്രൈഡ് റൈസ് ആണെങ്കിലും ഗീ റോസ്റ്റ് ആണെങ്കിലും അപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് തരുവാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ നോക്കി നിന്നു. ഇവർ ഇത് പ്രിപ്പയർ ചെയ്തിട്ട് മറ്റേ പാള കൊണ്ടുണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിലാണ് തരുന്നത്. നല്ല ക്വാണ്ടിറ്റിയിലാണ് തരുന്നത്. ഒരാൾക്കത് ഫുള്ള് കഴിക്കാനായിട്ട് പറ്റത്തില്ല. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. സാധാരണ ഇവിടെ നിന്ന് ഈ ഫ്രൈഡ് റൈസും ബിരിയാണിയൊക്കെ കഴിച്ചാൽ ഒരു തമിഴ് ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു തമിഴ്നാട് ടേസ്റ്റ് ആ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കുക. എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടുന്ന് കഴിച്ചപ്പം എനിക്ക് അങ്ങനെ തോന്നിയില്ല. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഫ്രൈഡ് റൈസ് 2ഉം ദേ റെഡിയായി. അത് കഴിച്ചു. എന്നെക്കൊണ്ട് മുഴുവൻ കഴിക്കാനായിട്ട് പറ്റിയില്ല. ഒരു 1/4 ഭാഗമൊക്കെ എങ്ങനെയോ കഴിച്ചിട്ട് ബാക്കി ദേ അവിടെ തന്നെ വെച്ചിട്ട് വന്നു. അങ്ങനെ നമ്മൾ ബസ് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ബസ് നോക്കിയിരുന്നപ്പോൾ നമ്മുടെ ദേ കെ.എസ്.ആർ.ടി.സിയുടെ സ്വിഫ്റ്റ് ബസ് പുതിയ ബസ് ഉണ്ടല്ലോ അതവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ബസ്സൊക്കെ